ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചക്ക മാങ്ങ തേങ്ങ ജ്യൂസ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചക്ക, മാങ്ങ, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കരിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കരിക്കെന്ന് പറഞ്ഞാൽ അത് വെള്ളത്തോട് കൂടിയുള്ള ഒരു കരിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക, അത് ചെറിയ ചക്കയാണ് കേട്ടോ, ചെറിയ ചക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ മാങ്ങ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്ക് ആദ്യം ഈ കരിക്ക്, വെള്ളത്തോട് കൂടിയുള്ള ഈ കരിക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല വെള്ളമുണ്ട് കേട്ടോ ഈ കരിക്കിനകത്ത്, അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ചക്ക, അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ചെറിയ ചക്കയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ചക്ക ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ ചക്കയൊക്കെ ആണെങ്കിൽ 2 അല്ല 3 4 ഒക്കെ വേണ്ടി വരുള്ളൂ, കാരണം അത്ര വലുതാവുമ്പോൾ. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും മാങ്ങ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇത്രയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി ബാക്കി എല്ലാ സാധനത്തിനും മധുരമുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ പഞ്ചസാരേൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി നമുക്കിതൊന്ന് നന്നായി അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ലൂസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പക്ഷേ ഈ ഒരു കട്ടിക്ക് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു സെർവിങ് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചക്ക മാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു കരിക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചക്ക മാങ്ങ തേങ്ങ ജ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കരിക്കില്ലാത്തവർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വലിയ 4 ചുള ചക്കയാണ് എടുത്തിരിക്കുന്നത്. വലുതാണത്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചക്ക. പിന്നെ അതുപോലെ തന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. പഞ്ചസാരേൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കരിക്കിന് പകരം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിനി അടിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ആ ജാറിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്ക ഞാൻ ആദ്യം ഒരു 3 എണ്ണമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനതുകൊണ്ട് 3 മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരേൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റണം. ഇനി കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഇടണമെന്നില്ല. പിന്നെ അതുപോലെ ഇനി ഒഴിക്കാൻ പോകുന്നത് നമ്മൾ നാളികേരപ്പാൽ, അതുകൂടെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിനി നന്നായിട്ട് അടിച്ചെടുക്കണം ഇത്. അപ്പം ഞാൻ ഇതിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് ഞാനിത് ലൂസൺ ചെയ്യുന്നത് നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാനിത് ലൂസൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് കട്ടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിക്കാനായിട്ട് പോകുന്നു. അപ്പം ഞാൻ ഇതൊരു സെർവിങ് ഗ്ലാസ്സിന് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ചക്ക മാങ്ങ തേങ്ങ ജ്യൂസ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ജ്യൂസാണിത്, നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.